ഹായ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു സോഷ്യൽ മീഡിയയിലൊരു ചർച്ച ചെയ്യുന്നൊരു കാര്യമെടുത്ത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഉള്ള അവകാശമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 2 വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും കുറച്ചു മുൻപ് നടന്നുകൊണ്ടിരുന്നവരുമായ കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ചാണ്. എനിക്ക് ആ വ്യക്തിയെ അറിയില്ല, പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആ വ്യക്തി ബോബി എന്ന് പറഞ്ഞ നമ്മളെ ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ കൂടെ തോളിൽ കയറ്റിരിക്കുന്നതും അതേ ഈ പറഞ്ഞ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ കാണാനിടയായി. അപ്പൊ അതിനകത്ത് ഈ സുഖമില്ലാതെ ഉള്ള അന്ന് അദ്ദേഹം ഒരു കുറ്റകൃത്യത്തിന് സൗദി ജയിലിലായിരുന്നു. ഇപ്പം കേരളത്തിലുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിയാലോ, മലയാളികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹമുള്ളവരാണ്. ആ മനുഷ്യസ്നേഹമുള്ള വ്യക്തികളെല്ലാവരും കൂടെ ചേർന്ന്, ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ആ രക്ഷിച്ച ആ മനുഷ്യനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവുമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ജാതി മതം മാറ്റിവെക്കുക, മതപരമായിട്ടൊന്നും ഇവിടെ ആരും ഈ വീഡിയോ വന്നതിന് ശേഷം കമന്റുമായിട്ട് വരരുത്. കാരണം ഇവിടെ മതപരമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഈ ലോകത്തോട് പറയാനായിട്ടുള്ള ഒരു കാരണം, ഈ സുഖമില്ലാത്ത ആൾക്കാരെ അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, സുഖമില്ലാത്ത കൊച്ചിന് അദ്ദേഹം എങ്ങനെ മരിച്ചത്, ഞാൻ കൈകൊണ്ടിങ്ങനെ ഒന്ന് തട്ടി എന്ന് പറയുന്നുണ്ട്. ഈ തട്ടലെന്ന് പറയുന്നത് നിസ്സാരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ കൈകൊണ്ടങ്ങ് തട്ടി. ആ മരണകാരണം ആ 15 വയസ്സുള്ള സൗദിയ ഒരു ബാലൻ, അവൻ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. ആ സുഖമില്ലാത്ത കുട്ടിയെ നോക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നും അവര് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്നത്. നമ്മളിപ്പം പുറം രാജ്യത്ത് ഒരു കെയർടേക്കർ അല്ലെങ്കിൽ ഒരു ജോബിനായിട്ട് നമ്മളൊരു ഏത് രാജ്യത്തും പോകുമ്പോൾ അവര് ഇപ്പം ഞാൻ പെട്ടെന്ന് പറയാനാണെങ്കിൽ നമ്മളൊരു 3-4 ആൾക്കാരുടെ ബയോഡേറ്റ നമ്മൾ നോക്കും. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ബയോഡേറ്റ നോക്കും. അതിനകത്ത് അവര് ഇഷ്ടപ്പെടുന്ന ഒരാളിനെ ഫാമിലി തിരഞ്ഞെടുക്കും. നമുക്ക് സുഖമില്ലാത്തൊരു കുഞ്ഞ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാനായിട്ട് അവരെ ഫാമിലി ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരതിനകത്ത് കുറച്ച് ബയോഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നല്ലൊരു വ്യക്തി ആരാണെന്ന് നോക്കിയിട്ട് അവര് ആ വ്യക്തിനെ തിരഞ്ഞെടുത്തിട്ട് ഈ വ്യക്തി മതി എന്ന് പറഞ്ഞ് അവർ ആ വ്യക്തിനെ അവരുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് വിസ എടുത്ത് കൊണ്ടുപോകും. ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. അങ്ങനൊരു പേഷ്യന്റിനെ നോക്കിയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. എന്റെ സുഹൃത്തുക്കളും അങ്ങനെ നോക്കിക്കൊണ്ട് ഉള്ള വ്യക്തികളാണ്, ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം ഈ വ്യക്തി ആ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ എത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ പറയുന്നത്, ഞാൻ കൈകൊണ്ട് ഒന്ന് തട്ടി എന്ന് പറയുന്നു. നിസ്സാരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. 20 വർഷത്തോളം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉമ്മാടെ കണ്ണുനീര് ഇന്ന് മലയാളം മനസ്സിലാക്കുന്ന, അതല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഇന്ന് ഈ ലോകത്തുള്ള മലയാളികളായിട്ടുള്ള മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിവുള്ളതും സഹായിക്കാൻ കഴിവുള്ള മനസ്സുള്ള എല്ലാവരും ചേർന്ന് 34 കോടി രൂപ കൊടുത്ത് ആ വ്യക്തിനെ ജീവൻ രക്ഷിച്ച് കൊണ്ടുവന്ന്, അതിന് ദൈവത്തിന് നന്ദി. ആ വ്യക്തിനെ ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഇടയാക്കിയതിന് സകല മലയാളികളും കൂടെ ചേർന്ന് ആ വ്യക്തിനെ ഇന്ന് നാട്ടിലെത്തിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വ്യക്തിനെ മാറ്റി നിർത്തുന്നു. ആ വ്യക്തി ചെയ്തത് തെറ്റാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞാൻ പറയും അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. പിന്നീട് അപ്പം തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ എന്താണെന്നുള്ള അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിച്ചു വന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ഒരു
ഈ രാജ്യത്തിന് വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്ത കണക്കാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ തോളിൽ കൈയിട്ടും ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഇന്നത്തെ എല്ലാം കാണുമ്പോൾ അദ്ദേഹം വലിയ എന്തോ കാര്യം ചെയ്ത കണക്കാണ് അദ്ദേഹത്തിന് ഇന്ന് സോഷ്യൽ മീഡിയ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം ഒരു കൊലക്കുറ്റം ചെയ്തൊരു വ്യക്തിയാണ്, ഒരു കൊലപാതകിയാണ്. അതിന് ആ ഒരു ശിക്ഷ അനുഭവിച്ച ആ ഒരു വീട്ടില് ആ 15 വയസ്സുള്ള ഒരു ബാലൻ മരിച്ചു. ആ ബാലന് നീതി കിട്ടിയെന്ന് ചോദിച്ചു, നീതി കിട്ടിയോ? ഇതിന് 20 വർഷം ജയിലിൽ കിടന്നത് കൊണ്ട് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വ്യക്തിയെ കൊന്ന വ്യക്തി, ആ ഒരു പിഞ്ചു ബാലനെ ഇല്ലാതാക്കിയൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ തോളി കൈയിട്ടിരുന്നുണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ, എടോ താൻ ഒരു കൊലക്കുറ്റം ചെയ്ത വ്യക്തിയാണ്, താൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ആ സുഖമില്ലാത്ത ഒരു വ്യക്തിയെ നോക്കാനായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, താൻ 2006 അവിടെ പോകുന്നത്, 15 വയസ്സുള്ള ഒരു ബാലൻ, അവന്റെ സ്വഭാവം എന്താണെന്നും അവന്റേതായിട്ട് അംഗവൈകല്യങ്ങൾ, അവന്റെ തൊണ്ടയില് എന്താ സുഖമാണത്, പാരലൈസിസ് എന്ന് പറഞ്ഞൊരു പോട്ടെ, നേഴ്സ് സംബന്ധമായിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അസുഖം, തൊണ്ടയില് അത് സംബന്ധമായിട്ട് ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണത്. ആ കുട്ടിക്ക് വയ്യായ്മയുണ്ട് എങ്കിൽ ആ വയ്യായ്മ നോക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കുറെ ഒരു മനസ്സിനകത്ത് സമാധാനമായും ശാന്തതയും എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കമുള്ള ഒരാളായിരിക്കണം നമ്മള്. താങ്കൾ അതല്ല. താങ്കളുടെ യഥാർത്ഥ സ്വഭാവം താങ്കൾ അവിടെ പുറത്ത് കാണിച്ചു. താങ്കളെ തുപ്പി എന്ന് പറഞ്ഞ് ഇന്ന് യൂറോപ്പ് രാജ്യത്തുള്ള എല്ലാം, അറബ് കൺട്രിയിലായിരുന്നാലും യൂറോപ്പ് രാജ്യങ്ങളിലായിരുന്നാലും അവരുടെ ഈ മെയിൻ ആയിട്ടുള്ള അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് തുപ്പലിലൂടെയാണ്. എന്നുള്ള തുപ്പലിലൂടെയാണ് അവർ പ്രകടമാക്കുന്നത്. ഇന്ന് യൂറോപ്പ് രാജ്യങ്ങളിലെ സൈക്കിളിൽ കൂടെ പോയി നോക്കട്ടെ, ഈ കൊച്ചു കൊച്ചു പയ്യന്മാരായിരുന്നു, അവർ തുപ്പത്തേ ഉള്ളൂ, തുപ്പിയിട്ടൊക്കെയാണ് പോകുന്നത്. തുപ്പുക, കല്ലെറിയുക എന്നുള്ളതൊക്കെയാണ് അവരുടെ മെയിൻ ഹോബി. അവരുടെ ദേഷ്യം പ്രകടമാക്കുന്ന അങ്ങനെ. ഇതും സുഖമില്ലാത്ത ഒരാളാ, ഒരു കുഞ്ഞാ, 15 വയസ്സുള്ള ഒരു കുഞ്ഞാ. ആ കുഞ്ഞിന് ഇദ്ദേഹം കൈകൊണ്ട് തട്ടി, അദ്ദേഹത്തിന് ആ കുഞ്ഞ് മരണപ്പെട്ടു. നിയമം അദ്ദേഹത്തിന് അർഹിക്കുന്ന 20 വർഷത്തെ ശിക്ഷ കൊടുത്തു. 34 കോടി ചെലവാക്കി ഇദ്ദേഹത്തെ ഇന്ന് നാട്ടിലെത്തിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട്, സഹോദരങ്ങളോട് ചോദിക്കുക, എന്നിട്ട് ഇദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് തോളി കൈയിട്ടുണ്ട്, ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തതൊക്കെയാണ് ഇദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്ത് സമൂഹം എന്താണ് ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കേണ്ടത്? എന്നിട്ട് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് എന്റെ ജുവല്ലറിയിൽ ഇദ്ദേഹത്തിന് ഇനി ഒരു ജോലിയും കൂടെ കൊടുക്കണമെന്ന്. എടോ, താങ്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറയുന്നുണ്ടോ ഈ വ്യക്തിയോട് താങ്കൾക്ക് പ്രത്യേകമായിട്ട് വല്ല സ്നേഹമോ വാത്സല്യമോ ഉണ്ടോ? എനിക്കും ഈ വ്യക്തിയോട് പ്രത്യേകമായിട്ട് സ്നേഹമോ വാത്സല്യമോ ഒന്നും തോന്നുന്നില്ല, താങ്കൾക്കും തോന്നേണ്ട കാര്യമില്ല. താങ്കൾ ഇദ്ദേഹത്തിന് വേണ്ടി കുറച്ച് പിരിവും കാര്യങ്ങളൊക്കെ എടുത്തു, താങ്കൾ കുറെ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു എന്നുള്ളത്, താങ്കൾ അതിന് പരിശ്രമിച്ചൊരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. പക്ഷെ പൈസ മൊത്തം കൊടുത്ത കേരള ജനതയാണ്. താങ്കളും പൈസ കൊടുത്തു, ഓക്കെ. അതിനകത്ത് എന്റെ സുഹൃത്തുക്കളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്ന എന്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞ്, പുള്ളി ഞങ്ങൾ വിചാരിച്ചതൊന്നും അല്ല, പുള്ളിയുടെ രീതിയും സ്വഭാവവും ഒക്കെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ചെയ്തിട്ട് ഒന്നുമില്ല. കാരണം 34 കോടി ചെലവാക്കിയാനായിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ഒരു കൊലക്കുറ്റം ചെയ്തതാണ്. ഇങ്ങനെ പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ട് ഈ കേരളത്തിൽ എന്തുമാത്രം രോഗത്തിലും അല്ലെങ്കിൽ വയ്യായ്മയെ കിടക്കുന്ന കുഞ്ഞുങ്ങളും ഓരോ കുടുംബത്തെ നയിക്കുന്ന മാതാപിതാക്കൾ കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം തുച്ഛമായ 10 ലക്ഷം രൂപ കൊടുത്താൽ തന്നെ ഹാർട്ട് ഓപ്പറേഷനും പല രോഗങ്ങളും ചികിത്സിക്കാൻ പറ്റുമല്ലോ. ഈ ഒരാൾക്ക് വേണ്ടി 34 കോടി ചെലവാക്കാനായിട്ട് ഇദ്ദേഹം രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ മനസ്സിലും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു ക്രൂരതയുള്ള ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ആ ഒരു സ്വഭാവമാണ് അവിടെ പുറത്തെടുത്തത്. ആ ഒരു സ്വഭാവം ഇദ്ദേഹം അവിടെ പുറത്തെടുത്തു. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇദ്ദേഹം വളരെ ക്ഷമയും സമാധാനവും ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് പോകുമ്പോൾ, 15 വയസ്സുള്ള കുഞ്ഞിനെ നോക്കാനായിട്ട്, അംഗവൈകല്യമുള്ള ഒരു കൊച്ചിനെ നോക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ആ കൊച്ചിന്റെ കൈയും കാലും ആകണം നമ്മൾ. ആ കൊച്ച് എന്ത് ചിന്തിക്കുന്നു അത് ചെയ്തു കൊടുക്കാനായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വലത്തോട്ട് പോകാൻ പറഞ്ഞ് വലത്തോട്ട് പോവുക, ഇടത്തോട്ട് പോകാൻ പറഞ്ഞ് ഇടത്തോട്ട് പോവുക. കാര്യം മാസം തികയുമ്പോൾ അവന്റെ കുടുംബമാണ് ശമ്പളം കൊടുക്കുന്നത്. അവന് ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ് ഇവന് ഈ പറഞ്ഞ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാസം തോറും കൊടുക്കേണ്ടത്. അവന്റെ പൈസ അവൻ പറയുന്നത് ചെയ്തു കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞപ്പോ പോകരുതെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം വണ്ടി എടുക്കുക, എന്തോ ആയിക്കോട്ടെ, സൈലന്റ് ആയിട്ട് അലവൻ തുപ്പി തുടച്ചു കളയുക.
അപ്പം ഇതിന്റെ താഴെ കമന്റ് വരും, അതിന്റെ ആവശ്യമുണ്ടോ? എടോ, ഇത് കാണുന്ന ആൾക്കാർ പറയാം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന എത്ര എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ഇന്ന് പുറം രാജ്യത്ത് സ്വന്തം ഭർത്താവിനെയും മക്കളെയും കുടുംബം വിട്ടുപോയിട്ടുള്ളവർക്കറിയാം. അവരൊക്കെ എന്തോ ആട്ടും തുപ്പും കൊണ്ടിട്ടാണ് കിടക്കുന്നതെന്നുള്ളത്. എന്റെ സുഹൃത്തിന്റെ മുഖത്ത് ചൂട് ചായയാണ് എടുത്ത് ഒഴിച്ചു കൊടുത്തത്, തുടച്ച് ചൂട് ചായ. അദ്ദേഹം ആ ചൂട് ചായ ഒഴിച്ച വ്യക്തി പോയിട്ട് പിന്നെയും ചൂട് വെള്ളം കൊണ്ടൊന്ന് മുഖത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? തുടച്ച് കളഞ്ഞ് പുള്ളിപ്പോയി. എന്റെ സുഹൃത്തിന്റെ മുഖത്ത് ഒരു ഈമ ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് മോശത എടുത്ത് മുഖത്തോട്ട് എറിഞ്ഞു കൊടുത്ത്. ഞാനത് പറയുന്നില്ല, ചുണ്ടിലാണ് വന്ന് വീണത്, തുടച്ച് കളയേണ്ടി വന്ന്. ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് ചെയ്തതാണ്, കൈ കൊണ്ട് എടുത്തിട്ട് മുഖത്തോട്ട് എറിഞ്ഞു കൊടുത്ത്. അൾഷിമേറാണ്, അറിയില്ല. അതിനെ അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ? എന്റെ കാലിൽ കൂടെ വീൽ ചെയർ, അതായത് 70 കിലോയുള്ള വ്യക്തി, പിന്നെ ആ വീൽ ചെയർ, അതിന്റെ ഭാരം എത്രയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300-350 കിലോ അടുപ്പിച്ചൊക്കെ വരും അതിന്റെ വീൽ ചെയറിന്റെ ഭാരം. അത്രയും വരും. ബാറ്ററിയും അതും ഇതും എല്ലാം കൂടെ ഇരിക്കുന്ന ഒരു വലിയ വണ്ടി, കാലുകൂടെ ഓട്ടിക്കുന്ന വണ്ടി. എന്റെ കാലുകൂടെ 3 വിരലാണ് എന്റെ ഒടിഞ്ഞത്. അവന്റെ ദേഷ്യം തീർത്തതാണ്. അങ്ങോട്ട് പോകണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നീ എന്നോട് വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്റെ കാലിൽ കൂടെ കയറ്റി. ഞാൻ അവനെ ഉപദ്രവിക്കാൻ പറ്റുമോ? ഞാൻ ക്ഷമിച്ചു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. കാരണം അവന് സുഖമില്ല. അങ്ങനെ സുഖമില്ലാത്ത കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉണ്ടാവും. ഈ വ്യക്തി ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ വ്യക്തിനെ ഇന്ന് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി തോളി കൈ ഇട്ടുകൊണ്ട് ഇങ്ങനെ അടുത്തിരുത്തി സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇത് കണ്ട് ആരും എന്റെ വീഡിയോയുടെ താഴെ വന്ന് താങ്കൾ ഇനിയൊരു തീവ്രവാദിയാണ്, താങ്കളും അങ്ങനെയാന്ന് പറയാൻ വരണ്ട. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവനെ സോഷ്യൽ മീഡിയയിൽ ആരും ഉയർത്തി കാണിക്കണ്ട. അവന്റെ യഥാർത്ഥ സ്വഭാവമാണ് കാണിച്ചത്. ഇന്നിപ്പോ ഒരു കുഞ്ഞിനെ, ഒരു പിഞ്ചു വയസ്സുള്ള 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരുത്തൻ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു. എന്നിട്ട് അവൻ ഇപ്പൊ പറയുന്നത്, കുഞ്ഞ് ആക്റ്റീവാണ്, കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി കാലിൽ പൊള്ളിച്ചതാണ്. കുഞ്ഞ് ആക്റ്റീവാണ്, അവന്റെ ചിന്ത നോക്കിക്കൊള്ളണം. അതായത് അവൻ എവിടെയെങ്കിലും ഇരുന്ന കുഞ്ഞ് അവിടെ ഇരുന്നോളണം. അതിനെന്താ വേണം? കാലിൽ സിഗരറ്റ് ലൈറ്റ് വെച്ച് പൊള്ളിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്നു. ഇവന്റെ മൈൻഡ് എന്താണ്? കുഞ്ഞ് എഴുന്നേക്കാൻ പാടില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? വണ്ടി ഓട്ടിച്ചോണ്ടിരുന്നപ്പോൾ അവൻ എന്താ പറഞ്ഞപ്പം വെച്ച് തട്ടിക്കൊടുത്ത് ആ മെഷീൻ തൊണ്ടക്കഴിയിൽ നിന്ന് മാറി മരിച്ചു. ചിന്തകൾ നോക്കിക്കൊള്ളണം, മരണം നോക്കിക്കൊള്ളണം. ഇവിടെ കുഞ്ഞ് മരിച്ചു. ഇവന്റെ ചിന്താഗതി കുഞ്ഞ് ആക്റ്റീവാണ്, അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കരുതെന്ന് ഓർത്തുകൊണ്ടാണ് പൊള്ളിച്ചതെന്നുള്ളത്. ഇവിടെ നോക്കാൻ ചെന്നൊരു കുഞ്ഞിനെ, 15 വയസ്സുള്ള ഒരു കുഞ്ഞ് പറഞ്ഞപ്പോൾ ഇവൻ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു. അതിന്റെ മെഷീൻ മാറി കുഞ്ഞ് മരണപ്പെട്ടു. ഇവൻ തൊടാൻ പാടുണ്ടോ കുഞ്ഞിനെ? ആ കുഞ്ഞിനെ അവൻ തൊടാൻ പാടുണ്ടോ? പൊന്നുപോലല്ലേ ഇവൻ നോക്കണ്ട അതിനാ? കയ്യബദ്ധമെന്ന് അറിയാതെ പറ്റിപ്പോയതാണ്. എടോ, അങ്ങനെ തന്നെയാണോ ഈ ലോകത്തെല്ലാം സംഭവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ആരാ ചെയ്യുന്നത്? എല്ലാം അറിയാതെ തന്നെ സംഭവിക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ മനുഷ്യന് തോന്നുന്നത് കൊണ്ട് അങ്ങ് ചെയ്തു പോകും. നീയും ചെയ്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നീ ചെയ്തു. നിനക്ക് ചെയ്യാൻ പാടില്ല. കാരണം നീ ചെയ്യാൻ പാടില്ല. കാരണം നിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ടും ആ കുഞ്ഞിനെ ഭദ്രതയോട് കൂടിയാണ് അവർ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷെ നീ അവിടെ നിന്റെ യഥാർത്ഥ സ്വഭാവം നീ കാണിച്ചു. നീ അതിനെ കൊലയ്ക്ക് കൊടുത്തു, അത് മരിച്ചു. പക്ഷെ നിയമം നിന്നെ ശിക്ഷിച്ചു. പക്ഷെ നമ്മളെ അതാണ് പറഞ്ഞത്, കേരളത്തിൽ പറഞ്ഞില്ലേ, കൊണ്ടാലും പഠിക്കത്തില്ല. കേരള ജനത അങ്ങനെയാണല്ലോ. ഭരണം തന്നെ കണ്ടില്ലേ, ഒരാൾ കുറെ നാൾ ഭരിക്കും, അവർ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് മാറി ഇവർ കുറെ നല്ല ചെയ്യുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യും. ഇതാണ് കേരളത്തിൽ നടക്കുന്ന അവസ്ഥ. അതേ കണക്ക് തന്നെയാണ് മലയാളികൾ നമ്മളെപ്പോലുള്ള പഠിക്കത്തില്ല. ആ ഉമ്മയുടെ കണ്ണുനീര് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള മനസ്സിലുള്ള ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്നെ സഹായിച്ചു. ആ സഹായം സത്യത്തിൽ നീ മലയാളികളുടെ കണ്ണിലെ പൊടിയിടുക ചെയ്തത്. മനസ്സിലായ? അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, എനിക്കിത് പറയാനുള്ളൂ, ഇവൻ തെറ്റുകാരനാണ്. ഇവിടെ വന്നത് ജാതി മതം പറയാനല്ല, മനുഷ്യന് ജീവന് വില കൽപ്പിക്കണമായിരുന്നു. ഇവനത് കൽപ്പിച്ചില്ല. ദേഷ്യം മാറ്റി വെക്കണം. പക്ഷെ 20 വർഷം ആ നിയമം നിന്നെ ശിക്ഷിച്ചു. പക്ഷെ കേരളത്തിലെ ജനം നിന്നെ മനസ്സിലാക്കിയത് നിന്റെ ഉമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടാ.
പക്ഷെ ആ ഉമ്മയുടെ കണ്ണുനീരിന് വില കൊടുക്കേണ്ടി വന്നത് നീ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തോളിക്കായിട്ടുണ്ട്. നീ രാജ്യത്തിന് വേണ്ടി എന്തോ ചെയ്ത കണക്കാണ് നീ. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വിരൽ ചൂണ്ടുന്നത്. നീ ഒരു കൊലപാതകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ അത് ചെയ്തത്. കാരണം അവന്റെ തൊണ്ടക്കുഴി നീ എന്തിനു തട്ടി? നീ ലാഘവ ഇങ്ങനെ ഞാൻ തട്ടി, നീ എന്തിനു തട്ടിയവനാ? ആ നിയമം നീ നിന്റെ കള്ളത്തരങ്ങൾ പിടിച്ചു. നീ തട്ടിയത് അറിഞ്ഞുകൊണ്ടല്ല എന്നല്ല. നീ അറിഞ്ഞുകൊണ്ട് തട്ടേണ്ട കാര്യം എന്താണ്? അറിയാതെ തട്ടേണ്ട കാര്യം എന്താണ്? നിനക്ക് അറിയത്തില്ല അവന്റെ തൊണ്ടക്കുഴിയിലാതിരിക്കുന്ന കാര്യം? അറിയത്തില്ലേ? അറിയാറുന്നല്ലോ നിനക്ക്. പിന്നെ നീ വന്നോണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് 5 നേരം പോട്ടെ, നിസ്കാരം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ആ നെറ്റിലുള്ള തഴമ്പ്, നിസ്കരിക്കുന്നവരുടെ നെറ്റില്ലാത്ത തഴമ്പുണ്ട്, നിന്റെ നെറ്റില്ലാത്ത തഴമ്പുണ്ട്. ആ തഴമ്പിനൊരു പരിശുദ്ധിയുണ്ട്. പടച്ചോന്റെ മുൻപിൽ കുമ്പിട്ട് നിസ്കരിക്കുന്നതിനൊരു പരിശുദ്ധിയുണ്ട്. അപ്പൊ ആ റബ്ബ് ഈ ലോകത്ത് നിന്റെ ഉമ്മാടെ കണ്ണുനീരാ കണ്ടത്. മനസ്സിലായില്ലേ? പടച്ചോൻ നിന്റെ ഉമ്മാടെ കണ്ണുനീരാണ് കണ്ടത്. അതുപോലെ നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ച ലക്ഷക്കണക്കിന് മലയാളികൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ അനുഗ്രഹമാണ് നീ ഇന്ന് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് നീ ഇനിയെങ്കിലും നിന്റെ ഈ ഇന്റർവ്യൂവിൽ നിനക്ക് എപ്പോഴെങ്കിലും ഇനിയൊരു നീ വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് ഒരാൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുമ്പോൾ, ഇനിയെങ്കിലും നീ ആ കുഞ്ഞു മരിച്ചതിന് ഒരു സങ്കടത്തോടു കൂടി വേണം നീ ആ ഇന്റർവ്യൂവിന്റെ മുന്നിലിരിക്കാൻ. ഒരു കുറ്റബോധം നിനക്ക് വരണം. നിനക്കത് വന്നില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് നിന്റെ മുൻപിൽ വിരല ചൂണ്ടുന്നു. നീ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നീ ഒരു കൊലപാതകയാണ്. നീ ഇനി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലാഘവത്തോടു കൂടി അയ്യോ അത് അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കരുത്, എനിക്ക് എന്റെ കയ്യൊരബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറയാനുള്ള മനസ്സ് വരണം. അതുമാണ് ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് ജാതി മതം മാറ്റിവെച്ച് മനുഷ്യനായിട്ട് വന്ന് പറയുന്നത്. നിന്റെ കണ്ണിൽ അല്ലെങ്കിൽ നിന്റെ സംസാരത്തിൽ അത് വരണം. അതാണ് ഞാൻ നിന്റെ മേലെ വിരൽ ചൂണ്ടുന്നത്. നീ ഒരു കൊലപാതകയാണ്. ഇനിയെങ്കിലും നിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഒരാൾ നിന്റെ എന്താ ചേട്ടാ സൗദിയിൽ സംഭവിച്ചെന്ന് അതിന് പറയരുത്. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയാനായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നത്. അവന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഒരു വാക്കിലെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോൾ അവനത് പറയാൻ വേണം, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള കുറ്റ ഉണർവ് നിനക്ക് വരണം. അത് മാത്രമേ ഞാൻ ഇതിനകത്ത് ആഗ്രഹിക്കുന്നുള്ളൂ. അത് വേണം. ഇനിയുള്ള വീഡിയോയിലിട്ടെങ്കിലും അവനെക്കുറിച്ച് അവന്റെ വീഡിയോ കാണുമ്പോൾ അത് പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. ജാതി മതം പറഞ്ഞു വരരുത്. മനുഷ്യന്റെ സ്വഭാവമാണ് പറഞ്ഞത്. അത് ഏത് മതത്തിലായിരുന്നാലും ജീവൻ ഒന്നാണ്. മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ടുള്ള അവകാശങ്ങൾ അവനും ഉണ്ടായിരുന്നു. നിന്റെ അല്പ അശ്രദ്ധയാണ് ആ കുഞ്ഞ് ഇന്ന് ഈ ലോകം വിട്ടുപോയത്. അവന് ജീവിച്ചിരിക്കാനായിട്ടുള്ള ഒരു ജീവിതം തമ്പുരാൻ കൊടുത്തിരുന്നു. പക്ഷെ ആ തമ്പുരാൻ പടച്ചോൻ നിന്റെ കയ്യിലേൽപ്പിച്ചു. നിന്റെ അല്പം അശ്രദ്ധയാണ് അവൻ ഈ ലോകം വിട്ടുപോയത്. പടച്ചോന്റെ മുൻപിൽ നീ ചെയ്തത്, നിന്റെ ആ സമയത്ത് തോന്നിയ ദുർബുദ്ധിയാണ് അവൻ ഈ ലോകത്തുനിന്ന് പോയത്. ഇല്ല നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക്? 15 വയസ്സുള്ളൊരു കുഞ്ഞ്, എന്തൊക്കെ സ്വപ്നങ്ങള്, എന്തൊക്കെ കാര്യങ്ങള് അവൻ ഈ ലോകത്ത് കാണേണ്ടതും ചെയ്യേണ്ടതുമായിട്ടും ഉണ്ടായിരുന്നു. ഒരു നൊടി കൊണ്ട് നീ അവൻ ഈ ലോകത്ത് ഇല്ലാതാക്കി. ലോകത്തുള്ള എല്ലാവരും ദേഷ്യം, സുഖമില്ലാത്ത കുഞ്ഞുങ്ങള് പ്രകടമാക്കുന്നത് തുപ്പലൂടെയും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ദേഷ്യം പ്രകടമാക്കുന്നത്. പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളോടും പുരുഷനോടും ചോദിക്കുക എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്ന് നോക്ക്, എന്തൊക്കെ സഹിച്ചിട്ടാണെന്ന് നോക്ക് ഒരു മാസം തോറും ഒരു പൈസ നാട്ടിൽ അയക്കുന്നതാണ്. നീ അത് പോയി കാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കമന്റ് ചെയ്യാൻ വരുന്നവനോട് ചോദിര്, അല്ലെങ്കിൽ നിന്റെ ബാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ സഹോദരനോ സഹോദരിയോ പുറത്ത് ജോലി ചെയ്തെന്ന് ചോദിച്ചു നോക്കും. ഓരോ വീടുകളിൽ ജോലി ചെയ്യുമ്പോഴും ഓരോ പേഷ്യന്റ് നോക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന എന്താണ്? അനുഭവിച്ചിട്ടുള്ളവനാ പറയുന്നത്. ക്ഷമ വേണമായിരുന്നു. അപ്പോൾ ഞാൻ നിന്നോട് പിന്നെയും പറയുന്നു, ഇനിയെങ്കിലും നിന്റെ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറ്റിപ്പോയി അത് പറയരുത്. എന്റെ കയ്യബദ്ധം പറ്റി എന്ന് പറഞ്ഞ് പടച്ചവനോട് മാപ്പപേക്ഷിക്കുക. അതാണ് നീ ചെയ്യേണ്ടത്. ഓക്കെ സുഹൃത്തെ, നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇനിയെങ്കിലും നീ ചെയ്തത് തെറ്റാണെന്നുള്ള ഉണർന്നു വേണം നീ സംസാരിക്കാൻ. ഓക്കെ, താങ്ക് യു.